കൂവലും പരിഹാസങ്ങളും മൈതാനത്തിന് പുറത്തു മാത്രം ഒതുങ്ങിയപ്പോൾ പാകിസ്ഥാനുമേൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിച്ച് വിജയം നേടുന്ന ഇന്ത്യൻ ടീമിനെയാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും മൈതാനത്തിറങ്ങിയപ്പോൾ പ്രതീക്ഷിച്ച ഒരു ഫൈനൽ മത്സരം തന്നെയാണ് ദുബായിൽ നടന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് പാകിസ്ഥാനായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു തുടക്കമാണ് പാകിസ്ഥാന് ഓപ്പണർമാരായ ഫർഹാനും ഫക്കർ സമനും നൽകിയത്. ഇരുവരും ആദ്യ വിക്കറ്റിൽ 84 റൺസ് കൂട്ടിച്ചേർത്തതോടെ പാകിസ്ഥാൻ ഒരു വലിയ സ്കോറിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായി. എന്നാൽ എല്ലാ പ്രതിസന്ധികളിലും ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള സ്പിൻ വിഭാഗം ഇവിടെയും അത്ഭുതം കാട്ടുകയായിരുന്നു. വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലും കുൽദീപ് യാദവും പോരാട്ടം നയിച്ചപ്പോൾ പാകിസ്ഥാൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതാണ് കണ്ടത്. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിൽ നിന്ന പാകിസ്ഥാനെ കേവലം 146 റൺസിന് പുറത്താക്കാൻ ഇന്ത്യൻ സ്പിൻ വിഭാഗത്തിന് സാധിച്ചു. 4 വിക്കറ്റുകൾ നേടിയ കുൽദീപ് യാദവായിരുന്നു ഇന്ത്യൻ തേരോട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ചത്. പിന്നീട് 147 എന്ന വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ പ്രഹരമേറ്റു. ഈ ടൂർണമെന്റിലെ ഇന്ത്യയുടെ വലിയ ശക്തിയായ അഭിഷേക് ശർമ്മ തുടക്കം തന്നെ കൂടാരം കയറി. മാത്രമല്ല ഗിൽ, സൂര്യകുമാർ യാദവ് എന്നിവരും പുറത്തായതോടെ ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്നു. കേവലം 20 റൺസിന് ഇന്ത്യയുടെ 3 വിക്കറ്റുകൾ നഷ്ടമായി. പക്ഷേ അവിടെ നിന്ന് ഇന്ത്യയെ മലയാളി താരം സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് കൈപിടിച്ചു കയറ്റുകയായിരുന്നു. 4-ാം വിക്കറ്റിൽ വിലപ്പെട്ട 57 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് കെട്ടിപ്പടുത്തത്. 24 റൺസ് നേടിയ സഞ്ജു പുറത്താവുമ്പോൾ ഇന്ത്യ പ്രതീക്ഷകൾ കൈവിട്ടിരുന്നില്ല. പിന്നീട് തിലക് വർമ്മയും ശിവം ദുബൈയും മൈതാനത്ത് പാകിസ്ഥാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇതുവരെ മൈതാനത്ത് പാകിസ്ഥാൻ താരങ്ങൾ കാട്ടിയ മുഴുവൻ അവഹേളനങ്ങൾക്കുമുള്ള തിരിച്ചടിയായിരുന്നു തിലക് വർമ്മയുടെ ബാറ്റിൽ നിന്ന് വന്ന ഓരോ ബൗണ്ടറികളും. ഇരുവരും ചേർന്ന് മത്സരത്തിൽ ഇന്ത്യയെ കൈപിടിച്ചു കയറ്റുന്നതാണ് കണ്ടത്. 53 പന്തുകളിൽ 69 റൺസാണ് തിലക് വർമ്മ മത്സരത്തിൽ നേടിയത്. ശിവം ദുബൈ 22 പന്തുകളിൽ 33 റൺസും സ്വന്തമാക്കി. ഇങ്ങനെ ഒരു ചരിത്ര വിജയത്തിൽ ഇന്ത്യ എത്തുകയായിരുന്നു. ഇത് 9ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. എന്നാൽ മറ്റു വിജയങ്ങളെക്കാൾ ഈ വിജയത്തിന് പ്രസക്തിയേറുന്നത് ഇവിടെ നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കി എന്നുള്ളത് തന്നെയാണ്. സൂര്യകുമാർ ആദ്യ മത്സരത്തിന് ശേഷം പറഞ്ഞതുപോലെ ഈ കിരീടവും നമ്മൾ സമർപ്പിക്കുന്നത് പഹൽഗാമിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് മുൻപിൽ തന്നെയാണ്.